വെൽക്കം ബാക്ക് ടു ക്രഞ്ച് ആൻഡ് ക്രാഫ്റ്റ് പോയിന്റ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റിബൺ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവർ മേക്കിംഗ് ആണ്. ഇത് ഈസി എന്ന് പറഞ്ഞാൽ പോരെ, സൂപ്പർ ഈസിയാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഒരു ഫ്ലവർ ചെയ്യാൻ 1 മിനിറ്റ് തികച്ച് വേണ്ട. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ ഈ എടുത്തിരിക്കുന്നത് 2.5 സെൻറ്റിമീറ്റർ വിഡ്ത്തുള്ള റിബണാണ്. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ഏത് രീതിയിലുള്ള റിബൺ ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ സെയിം മെത്തേഡിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ റിബണിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ലെങ്ത്തിനും കറക്റ്റായിട്ട് ഒരു ഡയമെൻഷനൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് നീളത്തിലൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കറക്റ്റ് ഹാഫാക്കി മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. മടക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ, റിബണിൻ്റെ ഷൈനിങ് കുറഞ്ഞ പോർഷന് പുറത്തേക്ക് നിൽക്കുന്ന തരത്തിലാണ് നമ്മൾ മടക്കിയെടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ചെയ്താലേ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കി വരുമ്പോൾ ഷൈനിങ് ഉള്ള ഭാഗം പുറത്തേക്ക് വരുള്ളൂ. ഇതാ ഇപ്പം നമ്മുടെ സെൻറ്റർ പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി സെൻറ്റർ പോർഷനിൽ നിന്ന് ഇതുപോലെ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം റിബണിൻ്റെ താഴേക്ക് കിടക്കുന്ന പോർഷൻ മുകളിലേക്ക് മടക്കി കൊടുക്കുക. പിന്നീട് സൈഡിലേക്ക് കിടക്കുന്ന പോർഷൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതിൻ്റെ മുകളിലൂടെ മടക്കി കൊടുക്കുക. ഇപ്പോൾ മുകളിലേക്ക് പോയ പോർഷൻ എഗെയിൻ താഴേക്ക് മടക്കി കൊടുക്കുക. വീണ്ടും സൈഡിലേക്ക് പോയ പോർഷൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കി കൊടുക്കുക. വീഡിയോ ശ്രദ്ധിച്ചാൽ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇനി ഈ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ എത്ര പ്രാവശ്യം ചെയ്യണം എന്നുള്ളതിന് കറക്റ്റ് ഒരു കണക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ കൂടുതൽ പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഫ്ലവറിന് കൂടുതൽ ലെയേഴ്സും ഉണ്ടാവും, അതുപോലെ തന്നെ കൂടുതൽ വലിപ്പം ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ മടക്കി മടക്കി റിബണിൻ്റെ എൻഡിൽ എത്താറായിട്ടുണ്ട്. ഇത്ര മടക്കിയാൽ മതി കേട്ടോ. റിബണിൻ്റെ ലാസ്റ്റ് പോർഷനിൽ കുറച്ച് ഭാഗം നമുക്ക് പിടിക്കാനായിട്ട് ബാക്കി വെക്കണേ. ഇനി ഇത് ലൂസായി പോവാതിരിക്കാനായിട്ട് ആ ലാസ്റ്റ് കിടക്കുന്ന പോർഷൻ നമ്മളൊന്ന് രണ്ടും കൂടെ ചുരുട്ടി പിടിച്ചു കൊടുക്കുക. ഇനി അത് ഇട്ട് നോക്കിയേ, ഇപ്പം ഇങ്ങനെ കിട്ടും കേട്ടോ. ഇനി ഇതിൽ ഒരു എൻഡ് പിടിച്ചിട്ട് താഴേക്ക് വലിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ ഫ്ലവേഴ്സിൻ്റെ ലെയേഴ്സ് ക്രിയേറ്റ് ആവുന്നത് കണ്ടോ. ഇതേ കണ്ടില്ലേ, എത്ര ഈസി ആയിട്ടാണ് നമ്മൾ റിബൺ റോസ് ഉണ്ടാക്കിയെടുത്തത്. ഇനി ഇത് അഴിഞ്ഞു പോവാതിരിക്കാനായിട്ട് നമ്മളിതിൻ്റെ താഴെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ഒരു സാധാരണ ത്രെഡ് എടുത്തിട്ട് 2-3 പ്രാവശ്യമായിട്ട് നമ്മളൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടണം കേട്ടോ. എക്സ്ട്രാ ത്രെഡ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. നമ്മുടെ റിബണിൽ എക്സ്ട്രാ നിൽക്കുന്ന പോർഷനും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മുടെ റെഡ് റോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെയിം വിഡ്ത്തുള്ള ഒരു ബ്ലൂ റിബണിലും കൂടി ഫ്ലവർ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ സ്റ്റെപ്സ് എല്ലാം റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ ബ്ലൂ ത്രെഡ് ഉപയോഗിച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തുള്ള റെഡ് റോസും ബ്ലൂ റോസും. ഞാനിവിടെ ഇതുപോലെ 1 സെൻറ്റിമീറ്റർ വിഡ്ത്തുള്ള റെഡ് റിബണിൽ ഉണ്ടാക്കിയ റോസ് കൂടി കാണിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, വിഡ്ത്ത് കുറഞ്ഞ റിബണിൽ ഉണ്ടാക്കിയത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ചെറുതും വലുതുമായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ഫ്ലവേഴ്സ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കാർഡ്ബോർഡിലൊക്കെ നല്ല ഭംഗിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ട് വാൾ ഡെക്കറേഷൻ ആയിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് സ്ട്രിങ് അറ്റാച്ച് ചെയ്തിട്ട് അതിൽ ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുത്തിട്ടൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരെണ്ണത്തിൽ ഞാൻ സ്ട്രിങ് അറ്റാച്ച് ചെയ്ത് ഗ്രീൻ ടേപ്പും ചുറ്റി കൊടുത്തിട്ടുണ്ട്.
നോക്കിയേ, നല്ല ഭംഗിയായിട്ടില്ലേ കാണാനായിട്ട്. ഞാൻ ഉണ്ടാക്കിയ എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ചൊന്ന് ടൈ ചെയ്തിട്ട് റെഡ് റിബൺ വെച്ചിട്ട് ഒരു കുഞ്ഞു ബോയും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കാണാനായിട്ട്. ഈസി ആയിട്ട് റിബൺ റോസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? എല്ലാവരും വേഗം ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം.